എന്താ അവസാനിപ്പിക്കല? അത് ചോദ്യം മാത്രമല്ല, ഉത്തരം വരുമ്പോ ഒരു ഫോം വിളിക്കാൻ പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇടക്കാലത്ത് കേരളത്തിന്റെ 2 വിഭാഗങ്ങൾ നടത്തിയ 2 മുഖാമുഖങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ആലപ്പുഴയിൽ വെച്ച് നടത്തിയ ഒന്ന് സിരി ടവർ വിഭാഗം നടത്തിയ മുഖാമുഖം, മനീഫ കായക്കൊടിയും മനസ്സുമോലിയും ഒക്കെ പങ്കെടുത്ത ഒരു മുഖാമുഖം. ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ അബ്ദുൽ ലത്തീഫ് മൗലവി കരുമ്പുലാക്കലും അലി മദനി മൊറയൂരും ഒക്കെ പങ്കെടുത്ത മുഖാമുഖം. ഇതിനുശേഷം നാദാപുരത്ത് നമ്മുടെ മമ്മൂട്ടി മുസ്ലിയാർ ഖുതുബയും ശ്രദ്ധയിൽപ്പെട്ടു. ഈ വിഷയത്തിൽ എനിക്കുള്ള സംശയം, ഈ മന്ത്രവാദത്തിന്റെ കൂടെ പിഞ്ഞാണമെഴുത്ത്, തകിടെഴുത്ത്, നൂലുകെട്ടല്, അതിന്റെ കൂടെ തന്നെ നമ്മുടെ മമ്മൂട്ടി മുസ്ലിയാർ മിമ്പറിൽ വെച്ച് പറഞ്ഞത് കരിക്കെഴുത്ത്, മുട്ടയിലെഴുത്ത്, കുപ്പി കുഴിച്ചിടല്, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെ നമ്മൾ എതിർക്കണമെന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചു. പക്ഷെ ഇതേ ചോദ്യം ആലപ്പുഴ അനീഫ കായക്കൊടിയോടും അനസിനോടും ചോദിച്ചപ്പോ സിഹറിൽ ഹക്കീക്കത്തുണ്ട്, അതിന് പിന്നെ കേവലം വസ്വാസുകളല്ലാത്ത ചില സ്വാധീനങ്ങളിൽ മനസ്സിലുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുകയും അതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമെന്നും കേന്ദ്രമിന്റെ വിശ്വാസം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണോ പഠിപ്പിച്ചത് അതാണെന്നും പറയുകയും ഒരാഴ്ച കഴിഞ്ഞപ്പോ കരുമ്പുലാക്കൽ മൗലവി വന്നിട്ട് അവിടുന്ന് സംസാരിച്ചു. ഇങ്ങനെ അന്ധവിശ്വാസത്തിലേക്കും പിൻവഴിയിലേക്കും സമൂഹത്തെ കൊണ്ടുപോകുന്ന ചില ആളുകളുണ്ട്. സിഹിർ ചെയ്താൽ അതിന് ഫലമുണ്ട്, അവന് അസുഖം ബാധിക്കും, മരിക്കും എന്നൊക്കെ വിശ്വസിക്കൽ അത് ഇസ്ലാമിന് അന്യമാണ്. അങ്ങനെ ഒരു വിശ്വാസമില്ല. ആ കാര്യത്തിൽ KJU അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നും പറയാൻ കഴിഞ്ഞു. സത്യത്തിൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താണ്? അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിൽ ഈ സിഹിറും അതുപോലെ കൂടോത്രവും അതുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ടോ? ഇനി അങ്ങനെ ഒരുത്തം വിശ്വസിച്ചില്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ പുറത്തായി പോകുമോ? ഈ ഒരു വിഷയം ഒന്ന് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി വിശദീകരിച്ചാൽ വളരെ നന്നാവും. അസ്സലാമു അലൈക്കും. പക്ഷെ നേരത്തെ ചോദിക്കണം കുറച്ചുകൂടി പറയാൻ ഓരോ അബൂജലമ കൂടിയുണ്ട്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അപ്പൊ സിഹിർ എന്ന വിഷയം നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടം മുതൽ ആളുകൾ പ്രവാചകന്മാർക്കെതിരെ പറഞ്ഞ ആരോപണമാണ്. ആ പ്രവാചകൻ സാഹിറാണ്, മസ്ഹൂറാണ് എന്ന പ്രയോഗങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ സിഹിർ എന്ന പദപ്രയോഗമുള്ളതായി ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. പ്രവാചക വിശ്വാസമതങ്ങൾ വന്ന കാലഘട്ടത്തിലുള്ള അവിടുത്തെ മുസ്ലിക്കുകളും യഹൂദികളും നസ്വാറാക്കളുമെല്ലാം സിഹിറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും അതിന്റെ പിന്നാലെ പോകുന്നവരും തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആൻ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്നല്ല പഠിപ്പിച്ചത്, പകരം സിഹിർ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. സിഹിർ ചെയ്യാനും പാടില്ല, ചെയ്യിക്കാനും പാടില്ല. നബി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ സഹറ ഔ സുഹിറ. സിഹിർ ചെയ്തവനും സിഹിർ ആർക്ക് വേണ്ടി ചെയ്തോ അവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഹദീസിൽ കാണാൻ പറ്റും. മറ്റൊരു ഹദീസിൽ മൻ സഹറ ഫഖദ് അശ്റക, ആര് സിഹിർ ചെയ്തോ അവൻ ശിർക്ക് ചെയ്തു എന്നും കാണാൻ കഴിയും. അപ്പൊ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, പക്ഷെ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ഇതിനപ്പുറത്തുള്ള നിലപാട് പഠിപ്പിച്ചിട്ടില്ല. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നും അതുകൊണ്ട് ചില സ്വാധീനങ്ങൾ ഉണ്ടാകാമെന്നും തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അമാന്യമുള്ള ഖുർആൻ പരിഭാഷയിൽ സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിലും അതേപോലെ ഫലഖ് നാസിന്റെ വ്യാഖ്യാനങ്ങളിലുമൊക്കെ അമാന്യമൊഴി അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ വിവിധ വിഷയങ്ങൾ എന്ന അധ്യായത്തിൽ വളരെ വിശദമായി അതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ അമാനി മൗലവി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയുന്നു. എന്നാൽ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല, ചെയ്താൽ ശിർക്കായി എന്ന് പറയും. എന്തുകൊണ്ട് ചെയ്താൽ ശിർക്കായി? അതാണ് ഇതിന്റെ മർമ്മം. സിഹിർ ചെയ്താൽ ശിർക്ക് ചെയ്തു. എന്തുകൊണ്ട്? ഇപ്പൊ സിഹിർ ശിർക്ക് ചെയ്യാതെ ഒരു സിഹിർ ചെയ്യാൻ സാധ്യമല്ല. സിഹിർ ചെയ്യണമെങ്കിൽ ശിർക്ക് ചെയ്തോളണം. കാരണം സിഹിർ ശൈത്താനുമായി ബന്ധപ്പെട്ട ഏർപ്പാട്. അതുകൊണ്ടാണ് വെറും കോഴിമുട്ടയും കരിക്കുമല്ല സിഹിറിലുള്ളത്. ചില ആളുകൾക്ക് അവ്യക്തത വരാൻ കാരണം ഒരു കോഴിമുട്ടയിൽ എഴുതി, ഒരു കരിക്കിൽ എഴുതി, അത് സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. എങ്ങനെ അതിൽ നിന്ന് ദോഷം വരിക? അത് വിശ്വസിച്ചാൽ അദൃശ്യമാർഗത്തിൽ ദോഷം ഭയപ്പെടലായില്ലേ? അത് ശിർക്ക് വരില്ലേ? കാരണം അദൃശ്യമാർഗത്തിൽ അല്ലാഹുവിൽ നിന്ന് മാത്രമല്ലേ ദോഷമുണ്ടാകൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കരിക്കിൽ നിന്നല്ല ദോഷം, ആ കോഴിമുട്ടയിൽ നിന്നല്ല ദോഷം. നേരെ മറിച്ച് ശൈത്താനെ പ്രീതിപ്പെടുത്തി, ശൈത്താനെ പൂജിച്ച്, ശൈത്താൻ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ഈ കോഴിമുട്ടയും കരിക്കുമൊക്കെ ഉപയോഗിക്കുന്നത്. സിഹിറിന്റെ ഉസ്താദ് ശൈത്താനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്, പിശാചുക്കൾ ജനങ്ങളെ സിഹിർ പഠിപ്പിക്കുന്നു.
പിശാചുക്കൾ ജനങ്ങളെ സിഹ്റു പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്ന ശൈത്താന്മാർ, പഠിക്കുന്നത് ജനങ്ങൾ. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫതാവയിൽ ഈ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു, അശ്ശയാതീനു ഹുമുൽ അസാതിദ, ശൈത്താന്മാരാവുന്ന ഉസ്താദുമാർ. ശയാതീനുൽ ജിന്നി യുഅല്ലിമൂന ശയാതീനൽ ഇൻസി, ജിന്നിൽപ്പെട്ട ശൈത്താന്മാർ ഇൻസിൽപ്പെട്ട ശൈത്താന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ സിഹ്ർ ചെയ്യുന്നവൻ മനുഷ്യ പിശാചാണ്, അത് പഠിപ്പിക്കുന്നവൻ ജിന്ന് പിശാചുമാണ്. ഈ ജിന്ന് പിശാചും മനുഷ്യ പിശാചും തമ്മിലുള്ള കരാർ, അതാണ് സിഹ്റിൽ നടക്കുന്നത്. ശൈത്താന്റെ ലക്ഷ്യം മനുഷ്യ നരകത്തിലേക്ക് എത്തിക്കുക, ശിർക്കിലേക്ക് എത്തിക്കുക എന്നതാണ്. ജ്യോത്സ്യനാവട്ടെ, പണിക്കരാവട്ടെ, കണക്കനാവട്ടെ, സ്വാമിയാവട്ടെ, ദേവിയാകട്ടെ, ബീവിയാകട്ടെ, ബാബയാകട്ടെ, തങ്ങളാവട്ടെ, സിദ്ധനാവട്ടെ, ഹോജയാവട്ടെ, മുസ്ലിയാരാവട്ടെ, സിദ്ധവേഷം കെട്ടി ആര് വന്നോ ഒക്കെ ശൈത്താന്മാരാണ്. എല്ലാവരും പിശാചുക്കളാണ്, പിശാചിന്റെ ഏജന്റുമാർ. തങ്ങളായാലും അങ്ങനെ തന്നെയാണ്, ബീവിയായാലും അങ്ങനെ തന്നെയാണ്. ആരായാലും പൈശാചിക നിർദ്ദേശപ്രകാരമാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവിടെ പിശാച് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം. പിശാച് പറയും കോഴിമുട്ടയിൽ എഴുതണം, കരിക്കിൽ എഴുതണം, കുപ്പിയിൽ തൂക്കിയിടണം, അത് വീട്ടിൽ തൂക്കി വെക്കണം, കുഴിച്ചിടണം. ഇതൊക്കെ ശൈത്വാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ആ നിർദ്ദേശം സാഹിർ മുഖേന ഈ ആൾക്ക് നൽകുന്നു. അപ്പൊ അയാൾ അത് ചെയ്യുന്നു. അപ്പൊ ശൈത്താനെ ബോധ്യപ്പെട്ടു, ഞാൻ പലത് ചെയ്യാൻ അവൻ സന്നദ്ധനായി. അവന് എന്റെ നെറ്റിൽ അവനെ കൊടുക്കാൻ കഴിഞ്ഞു. ഇത് നെറ്റ്വർക്കാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇത് നെറ്റ്വർക്കാണ്. എല്ലാ നാട്ടിലും ഒരു സിദ്ധനെങ്കിലും ഉണ്ടാകുമെന്ന് ഇബ്നു ഖയ്യിം പറയും. അയാൾ ഉപയോഗിച്ച് ആ നാട്ടുകാരെ പിടിക്കും. അതാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് KNMന്റെ ഇപ്പൊ പിൻവലിക്കാൻ പോകുന്ന പാഠപുസ്തകത്തിൽ പോലും ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിശാച് സേവയിലൂടെ നടത്തുന്ന ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹ്ർ എന്ന് പറയുന്നത്. പിശാച് സേവയിലൂടെ നടത്തുന്ന ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹ്ർ എന്ന് പറയുന്നത് എന്ന് സ്വഭാവ പാഠത്തിൽ ഒരു പാഠമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അത് മാറ്റാൻ പോകുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായിരുന്നാലും അതാണ് സിഹ്ർ. അത് യാഥാർത്ഥ്യമുണ്ടെന്ന് ഖുർആൻ പറയുന്നു, ഹദീസ് പഠിപ്പിക്കുന്നു. അഹ്ലുസുന്ന ഇമാമുമാർ അന്ന് മുതൽ സ്വഹാബത്ത് മുതൽ ഇതുവരെയുമുള്ള അഹ്ലുസുന്നയുടെ ഇമാമുമാരിൽ സിഹ്റിന് യാഥാർത്ഥ്യമില്ലെന്നോ യാഥാർത്ഥ്യമുണ്ട് വിശ്വസിച്ച ശിർക്കാകുമെന്നോ പറഞ്ഞ ഒരാളെ പോലും നമുക്ക് കിട്ടൂല. ഹദീസ് പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ തുടങ്ങി എല്ലാവരും ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചവർ തന്നെയാണ്. ചിലർ പറയും സിഹ്ർ സത്യപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ പോവില്ല എന്ന ഹദീസുണ്ടല്ലോ. ആ ഹദീസ് എവിടെയുള്ളത്? ഇമാം അഹ്മദിന്റെ മുസ്നദിൽ. ആ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ തന്നെയാണ് നബിക്ക് സിഹ്ർ ചെയ്തുന്ന ഹദീസ് അദ്ദേഹം എടുത്തു കൊടുത്തത്. ആ ഇമാം അഹ്മദ് തന്നെ പഠിപ്പിച്ചു സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം അഹ്മദ് പോലും ആ ഹദീസിൽ അങ്ങനെയല്ല മനസ്സിലാക്കിയത് എന്നല്ലേ അതിനർത്ഥം. ശേഷം വന്ന അഹ്ലുസുന്ന ഇമാമുമാർ ആരെടുത്താലും, ഇമാം ഷാഫി ആവട്ടെ, ഇമാം മാലിക് ആവട്ടെ, ഇമാം അഹ്മദ് ആവട്ടെ, അതേപോലെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള ഏത് ഇമാമുമാരാവട്ടെ, അവരൊക്കെയും അതാണ് പഠിപ്പിച്ചത്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ നോക്കിയാലും KM മൗലവിയുടെ രചനകൾ, അതേപോലെ അമാനി മൗലവിയുടെ രചനകൾ, ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷ അടക്കം അവിടെയൊക്കെ വളരെ വിശദമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിൽ ഇത് നിഷേധിച്ചത് ഒന്ന് മുഅ്തസിലിയാക്കളാണ്. മുഅ്തസിലിയാക്കൾ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളെയും ബുദ്ധിപരമായി സ്ഥാപിക്കാൻ ശ്രമിച്ചവരാണ്. അതിന് സ്ഥാപിക്കാൻ കഴിയാത്തതിനെ അവർ നിഷേധിച്ചു തള്ളി, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുറപ്പിച്ചു. ആ കൂട്ടത്തിൽ അവർ നിശ്ചയിച്ചു തള്ളിയതാണ് സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പിന്നീട് അതിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ലോകത്ത് ആ വഴിയിലൂടെ വന്ന ചില അക്ലാനികൾ, ലോകാടിസ്ഥാനത്തിൽ തന്നെ ചിലർ അങ്ങനെയുള്ള വഴികൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അതിന്റെ സ്വാധീനമായി നമ്മുടെ നാടുകളിൽ വന്നുവെന്നല്ലാതെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരം സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല. ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഭരണമുള്ള രാജ്യമാണെങ്കിൽ അവിടെ ഒരാൾ സിഹ്ർ ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റ് അത് അന്വേഷിക്കാൻ നടപടി എടുക്കുകയും അതിനുവേണ്ടി അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കുകയും ആ അന്വേഷണ കമ്മീഷനിൽ അയാൾ സിഹ്ർ ചെയ്തുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ഇസ്ലാമിക കോടതിയിൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വധശിക്ഷയാണ്. സിഹ്ർ ചെയ്യുന്ന ഒരാൾ വധശിക്ഷയാണ് പരമാവധി ശിക്ഷ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 3 സാഹിറുമാരെ പിടികൂടി കൊന്നുകളഞ്ഞു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്തിനാണ് സാഹിറിനെ കൊല്ലുന്നത്? അതും കൂടി ചർച്ച കാണാൻ പറ്റും. സിഹ്ർ ചെയ്യുന്ന ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ കൊല്ലണോ വേണ്ടേ? പ്രബലാഭിപ്രായം തൗബ ചെയ്താലും കൊല്ലണം. തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ ഒരു പക്ഷെ റബ്ബുമായുള്ള അയാളുടെ ആ പ്രശ്നത്തിലുള്ള ഭാഗം ക്ലിയറായിട്ടുണ്ടാകാം. എന്നാലും ശൈത്താനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളായതുകൊണ്ട് അയാൾ തൗബ ചെയ്ത് മടങ്ങിയാലും അയാൾക്കുള്ള സിഹ്ർ ഇവിടെ അവസാനിക്കില്ല.
ശൈത്താനെ വെറുതെ വിടൂല. ഇവിടെ ഏജൻസി പെട്ടെന്ന് പൂട്ടിപ്പോയാൽ ഒരിക്കലും ഹെഡ് ഓഫീസിൽ അങ്ങനെ പോകാൻ സംഭവിക്കില്ലല്ലോ. നല്ല ലാഭമുള്ള നല്ല കച്ചവടം നടക്കുന്ന ഒരു ഏജൻസി ഒരു സുപ്രഭാതത്തിൽ പോകുമ്പോൾ ഞാൻ നിർത്തി പോവാണ്, ഞാൻ കമ്പനിക്കെതിരെ ഇറങ്ങാൻ പോവാണ് എന്നിട്ടുണ്ടെങ്കിൽ കമ്പനി വേണേ തട്ടിക്കൊണ്ടുപോലെ. അതിന് ഇവിടെയും പോകാൻ നിർത്തിയിട്ട് പിറ്റേ തൗഹീദിക്കൊണ്ട് വരികയാണെങ്കിൽ ശൈത്താൻ സംഭവിക്കുക. അങ്ങനെ പോകാൻ പറ്റില്ല എന്നറിയാം. അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ പോലും അവനെ കൊണ്ട് ഷെറ് ഈ സമുദായത്തിൽ ആ ഷെറ് ഒഴിവാക്കാൻ അവനെ കൊല്ലുക. ബാക്കി പരലോകത്ത് അവന്റെ കാര്യം അവനും പഠിച്ചവരുമായിക്കോട്ടെ എന്നാണ് ആ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്. ഏതായാലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നതും മുജാഹിദ് പ്രസ്ഥാനം നാളെ വരെ പഠിപ്പിച്ചതും സിഹറിന്റെ യാഥാർത്ഥ്യമുണ്ട് എന്നാണ്. എന്നാൽ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല. അതിന്റെ മറവിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായി കാണുക, ശരിയായ വിശ്വാസങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുക. അതാണ് ശരിയായ നിലപാട്. അല്ലാഹു അഅലം. അല്ലാഹു തആല ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഹക്കിന്റെ വഴി തിരഞ്ഞെടുക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും അത് പ്രബോധനം ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.